കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹാട്രിക് വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ. ഹൈസ്കൂൾ വിഭാഗം ദേശഭക്തി ഗാനത്തിലാണ് എ ഗ്രേഡ് നേടിക്കൊണ്ട് ഇവർ നാടിന് അഭിമാനമായി മാറിയത്. സിന്ധുഗംഗ സമതല ഭൂവിൽ ബന്ധുരാമൃതവേദമുണർന്നൊരു വന്ദിദേവരദായിനി ഭാരതമിന്റെ നാടഭിമാനമനുജ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പയ്യന്നൂർ സെന്റ് മേരീസിലെ കുട്ടികൾ മിന്നും വിജയം നേടിയിട്ടുണ്ട്. ദേശഭക്തി ഗാനത്തിൽ എ ഗ്രേഡാണ് നേടിയിട്ടുള്ളത്. എത്രത്തോളമാണ് നിങ്ങളുടെ സന്തോഷം ഇപ്പോൾ? ഫുൾ ഓൺ ഹാപ്പിയാണ് എല്ലാവരും. ഇതിൽ മിക്കവാറും കുട്ടികൾ 10ാം ക്ലാസ്സിലാണ്. അപ്പൊ നിങ്ങളുടെ ഹൈസ്കൂൾ കാലഘട്ടത്തിലെ അവസാനത്തെ ഒരു കലോത്സവമാണ്. ആരൊക്കെയാണ് ഇതിൽ 10ാം ക്ലാസ്സുകാര്? നമ്മള് 5 പേര്. നിങ്ങൾ 5 പേര്. ഇവർ രണ്ടുപേരും 9ലാണ്. ഇവർ രണ്ടുപേരും 9ലാണ്. അപ്പൊ എല്ലാവരുടെ പേരും ഒന്ന് പറഞ്ഞു. പേര് പറഞ്ഞു. അരുണിമ ആർക്കി, ശ്രീനന്ദ വസന്ത്, മെറിൻ വിജയ്, അനന്യ കെ, നിരഞ്ജന ഇ, ദേവനന്ദ ശ്രീധർ, അമേയ എസ് പ്രദീപ്. അപ്പോൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ മറികടക്കാൻ എത്രത്തോളം ആയിരുന്നു ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? പ്രാക്ടീസ് നമ്മൾ ഒരു ഓണം എക്സാമിൻ്റെ എല്ലാം ശേഷം സ്റ്റാർട്ട് ചെയ്തിനി. അപ്പോൾ നമ്മളൊരു റൂം തന്നെ ഉണ്ട് അവിടെ. ആ റൂം നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ പണ്ടേ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ എല്ലാവരും റൂം തന്നെ അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. നമ്മളെ ജോയ് മാഷ് ഇല്ലാത്തറ ആണ് പഠിപ്പിച്ചത് നമ്മളെ സംഗീതം ചെയ്തത്. പിന്നെ തുളസി ടീച്ചറെ പ്രാക്ടീസ് തരലും അങ്ങനെ മൊത്തത്തിൽ ആ റൂമും നമ്മൾ ഈ ഒരു 3 കൊല്ലമായിട്ട് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്തതും അവിടെ എല്ലാം നമ്മുടെ ഫുൾ മൊമെന്റ്സും അവിടെയാണ്. കലോത്സവം നിങ്ങൾ ഓരോ തവണ കലോത്സവം ഇതുപോലെ വെറൈറ്റി ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ ഫസ്റ്റ് എ ഗ്രേഡ് ഒക്കെ വാങ്ങി വരുമ്പോൾ ഞാൻ തന്നെ വന്നിട്ടുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ജോയ് മാഷിനോടും സംസാരിച്ചിട്ടുണ്ട്. ജോയ് മാഷിന്റെ പ്രിയപ്പെട്ട അരുമകളായ കുട്ടികളാണ് നിങ്ങളല്ലേ. അപ്പോൾ മാഷ് ഇപ്പോൾ സ്കൂളിൽ ഇല്ല, പക്ഷേ മാഷിന്റെ ഒരു ഇടപെടൽ എത്രത്തോളം ആയിരുന്നു നിങ്ങളുടെ ഈ ഒരു പ്രാക്ടീസ് സെഷനിലൊക്കെ? മാഷ് ഈ നമ്മൾ ഒരിക്കൽ 10ാം ക്ലാസ്സിനാണ് ആദ്യം നമുക്കൊരു പാട്ട് മാഷ് പഠിപ്പിച്ചു തരുന്നത്. പഠിപ്പിച്ചു തന്നതിന് ശേഷം പിന്നെ മാഷാണ് ഫുൾ എല്ലാ എന്താണ് പരിപാടിയുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാളും മാഷ് വന്നിട്ടുണ്ട്. അവിടെ നിന്നായാലും സ്റ്റേജിലേക്ക് കയറുന്നത് ഇവിടെ നമുക്ക് ഫുൾ സപ്പോർട്ട് തരുന്നതും മാഷും തുളസി ടീച്ചർ രണ്ടാളും ഒരുമിച്ച് തന്നെയാണ്. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് മാഷ്. ബാക്കിയുള്ള സമയത്തൊക്കെ തുളസി ടീച്ചറാണ് ഒരുക്കിയെടുത്തത്. 3ാം തവണയാണ് ഇപ്പോൾ കുട്ടികൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ദേശഭക്തി ഗാനത്തിന് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും നമുക്ക് ജില്ലയിൽ 1ാം സ്ഥാനം കിട്ടിയിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റേറ്റിൽ പോയത്. അതിൻ്റെ മുന്നത്തെ വർഷം നമ്മൾ 2ാം സ്ഥാനം നേടുകയും അപ്പീൽ വഴി സ്റ്റേറ്റ് പോവുകയും അതിൽ 1ാം സ്ഥാനം കണ്ണൂർ ജില്ലയിൽ നിന്ന് കിട്ടിയ ടീമിനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ എ ഗ്രേഡ് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് പിന്നെ കുറച്ചും കൂടി കോമ്പറ്റീഷൻ കുറച്ചും കൂടി ടഫായി വരുന്നുണ്ടെന്ന് തോന്നി. എന്തായാലും കുട്ടികൾക്ക് വളരെ നന്നായി പാടാനും അവർക്ക് നല്ല വിജയം നേടാനും ഈ വർഷം സാധിച്ചു. പിന്നെ ഇത് ഈ ദേശഭക്തി ഗാനം പഠിപ്പിച്ചിരിക്കുന്നത് ജോയ് മാഷാണ്. നമ്മുടെ സ്കൂളിലെ പൂർവ്വ അധ്യാപകനാണ് ജോയ് മാഷ്. സംഗീതം നൽകിയിരിക്കുന്നത് മാഷാണ്. പിന്നെ എഴുതിയിരിക്കുന്നത് RC കരിപ്പത്ത് മാഷിൻ്റെ രചനകളാണ്. ജോയ് മാഷ് മുതൽ ചില വരികൾ എഴുതിയിട്ടുണ്ട്. കുട്ടികളുടെ ഭൂരിഭാഗവും 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്. പിന്നെ ഈ വർഷം കൂടിയേ ഇല്ലു 3 വർഷം തുടർച്ചയായി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തവരാണ് ഭൂരിഭാഗം കുട്ടികളും. ഗാന്ധി വന്നു പിറന്നൊരു നാട്, ഗാന്ധി വന്നു പിറന്നൊരു നാട്, ശാന്തി മന്ത്രമുണർന്നൊരു നാട്, ശാന്തി മന്ത്രമുണർന്നൊരു നാട്, മന്ത്രമുന്നിതു മാമുനി നാട്, സാന്ദ്ര സാമ സുഗീത സുഘോഷം. അപ്പൊ ക്ലാസ് ടൈം ഒക്കെ കുറേ നഷ്ടപ്പെട്ടോ? ക്ലാസ് ടൈമും നഷ്ടപ്പെടും. നമ്മൾ എല്ലാം കൂടി ബാലൻസ് ചെയ്തിട്ട് എല്ലാവരുടെയും ക്ലാസ് എങ്ങനെയാണ് പോകാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നാലും പോയിട്ടുണ്ട്. എന്നാലും നമ്മളൊരു ഹാപ്പിനെസ്. 10ാം ക്ലാസ് ആണ്. അപ്പോൾ വീട്ടുകാരൊക്കെ അയ്യോ ഇങ്ങനെ ക്ലാസ് ടൈം പോവുകയാണോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ടെൻഷനൊക്കെ പാരൻസിന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പക്ഷെ നമ്മൾ ശരിയാക്കും, നമ്മൾ റെഡിയാക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർ കൊടുത്തിട്ട് തന്നെയാണ് പാടാൻ പ്രാക്ടീസൊക്കെ എടുക്കാൻ വേണ്ടി ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പോഴെന്താണ് സങ്കടമുണ്ടോ? 10ാം ക്ലാസ് ആയി, ഇനിയിപ്പോൾ ഒരു ഹൈസ്കൂൾ കലോത്സവത്തിന്റെ ഒരു മിസ്സിങ് പ്ലസ് 1 പ്ലസ് 2 ഒക്കെ നമുക്ക് ഉണ്ട് എങ്കിൽ പോലും ഉണ്ടോ ആ ഒരു വിഷമമുണ്ടോ? അതല്ല, ഒരു ഓക്കെ 10ാം ക്ലാസ്സിന്റെ കലോത്സവം കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടീം എപ്പോഴും പ്രഷ്യസ് തന്നെയാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ് പോയി കഴിഞ്ഞാൽ +1 ഇനിയിപ്പോൾ നമ്മൾ വേറെ ടീമായിട്ട് പരിപാടിയിൽ പങ്കെടുക്കുമെങ്കിലും
ഈ ഒരു ടീമിനെ നമ്മൾ നന്നായിട്ട് മിസ് ചെയ്യും അതിലൊരു എന്നുള്ളതാണ്. സങ്കടമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ടീമായി ഇപ്പൊ ഇത്രയും വർഷം കലോത്സവത്തിന് പ്രിപ്പയർ ചെയ്തു. എല്ലാ വർഷവും നമ്മളെ അത്രത്തോളം നമ്മുടെ കലോത്സവ വേദിയും നമ്മളെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നത് അല്ലേ? ഇനിയും അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിലൊക്കെയും നിങ്ങൾക്ക് ഒത്തിരി 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 വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. അന്നു രാവിൽ അന്ധകാരമിടറി വീണ നേരമായി ഇന്ത്യ പുതിയ സൂര്യനായുദിച്ചുയർന്നു വന്നതും